നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. ഭൂമിയിൽ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുക്കി ഫ്രാൻസിസ് പാപ്പ നിത്യതയിൽ. ആധുനിക ലോകത്തിന് വേണ്ടത് കരുണയും സ്നേഹവുമാണെന്ന് ആവർത്തിച്ച് പ്രഘോഷിച്ച സമാധാനത്തിന്റെ സ്വർഗീയ ദൂതൻ മഹാകരുണാമയനായ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി. കരുണവറ്റി ഊഷരമായ ഭൂമിയിൽ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുക്കിയ ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത ദേഹവിയോഗം ലോകത്തെ കണ്ണീരിലാഴ്ത്തി. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം രാവിലെ 7:35 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ സ്വർഗീയ യാത്രയായത്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14 റോമിലെ ജെമല്ലി ആശുപത്രിയിൽ 40ഓളം ദിവസം അദ്ദേഹം ചികിത്സയിലായിരുന്നു. പിന്നീട് രോഗമുക്തനാവുകയും അനാരോഗ്യവാനാണെങ്കിലും വിശ്വാസികളെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 9:45 കാമർലോങ് കർദിനാൾ കെവിൻ ഫാരിൽ ഫ്രാൻസിസ് പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 13 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് പാപ്പ ചുമതലയേറ്റത്. AD 1540 സ്ഥാപിതമായതും സഭയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സന്യാസ സമൂഹവുമായ ഈശോ സഭയിൽ നിന്നുമുള്ള ആദ്യ പാപ്പയും അമേരിക്കൻ വൻകരകളിൽ നിന്ന് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയുമാണ് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ 12 വർഷത്തിനിടെ തന്റെ വ്യത്യസ്തമായ ചിന്താധാരകളിലൂടെയും പ്രവർത്തന ശൈലിയിലൂടെയും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആത്മീയ ആചാര്യനാണ് വിട പറഞ്ഞത്. ദരിദ്രരോടുള്ള പക്ഷം ചേരൽ സഭയുടെ ദൗത്യമായി പ്രഖ്യാപിച്ചതാണ് അതിൽ ഏറെ ശ്രദ്ധേയമായത്. തെരുവുകളിലെ രോദനം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന ഫ്രാൻസിസ് പാപ്പയുടെ പ്രഖ്യാപനം ലോകത്തിന് സമ്മാനിച്ചത് വലിയ പ്രത്യാശയായിരുന്നു. പ്രഖ്യാപനം മാത്രമല്ല, മാതൃകയായി ധീരമായ തുടർ നടപടികളും അദ്ദേഹം കൈക്കൊണ്ടു. ചരിത്രത്തിൽ സഭ ചെയ്ത തെറ്റുകൾക്ക് ജോൺ പോൾ 2 പാപ്പ ലോകത്തോട് മാപ്പ് പറഞ്ഞിരുന്നു. ഇതിൽ നിന്ന് മുന്നോട്ടു പോയി വർത്തമാനകാലത്തെ ശുദ്ധീകരിക്കുക എന്ന ദൗത്യമാണ് ഫ്രാൻസിസ് പാപ്പ ഏറ്റെടുത്തത്. ആഗോളവൽക്കരണവും നവ ഉദാരവൽക്കരണവും വിനാശം വിതച്ച ലോകത്തിന്റെ വിമോചനത്തിനായി നടക്കുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു പാപ്പയുടെ നിലപാടുകൾ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും അതൊന്നും വകവയ്ക്കാതെ ഏതാണ്ട് 2,55,000-ലധികം മൈലുകളാണ് 88-കാരനായ പാപ്പ സഞ്ചരിച്ചത്. തെക്കേ അമേരിക്കയിലെ അർജന്റീനയിൽ ബോനസ് ഐറസ് നഗരത്തിലുള്ള ഫ്ലോറസിൽ 1936 ഡിസംബർ 17 മാരിയോ ഹൊസെ ബെർഗോഗ്ലിയോയുടെയും റെജീന മരിയ സിവോറിയയുടെയും 5 മക്കളിൽ മൂത്ത മകനായാണ് ജനനം. ജോർജ് ബെർഗോഗ്ലിയോ എന്നായിരുന്നു പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പേര്. ഇറ്റലിയിലെ മുസോളിനിയുടെ ഏകാധിപത്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി അർജന്റീനയിലേക്ക് കുടിയേറിയവരാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. വത്തിക്കാനിലെ അപ്പോസ്തോലിക കൊട്ടാരമാണ് പാപ്പമാരുടെ ഔദ്യോഗിക വസതി. എന്നാൽ അവിടെ നിന്നും മാറി സാന്താ മാർത്തയിലെ 2 മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഒരു പതിറ്റാണ്ടിലധികം ജീവിച്ചത്. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. 12 വർഷക്കാലം തിരുസഭയെ നയിച്ച ശേഷമാണ് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.